വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കുക. ഇതിൽ ഇഞ്ചുറീസ് ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. എന്താണ് ഇഞ്ചുറി? അത് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ വായിക്കാം. ഇഞ്ചുറീസ് ആർ ദ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ആൻ ആക്സിഡൻറ്റ്. Injury is the harmful condition sustained by human body. Injury can be in the form of cut, wound, burn, fracture, impact or laceration, etc. In industry, injuries are classified as നോക്കിയോളൂ. ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീര ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ട് മനുഷ്യ ശരീരത്തിന് ഏൽക്കുന്ന ആഘാതത്തെയാണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇഞ്ചുറി ഒരു മനുഷ്യ ശരീരത്തിൽ വിവിധ രൂപത്തിൽ സംഭവിക്കാം. എല്ല് പൊട്ടാം, മുറിവ് സംഭവിക്കാം, പൊള്ളൽ സംഭവിക്കാം, അല്ലെങ്കിൽ ശക്തിയായ എന്തെങ്കിലും വന്ന് ശരീരത്തിൽ ഇടിക്കാം. ഇങ്ങനെയുള്ള ഇതാണ്. അപ്പം ഒരു ഇൻഡസ്ട്രി കൺസേൺഡ് വരുമ്പോൾ, സേഫ്റ്റിയുടെ കൺസേൺഡ് വരുമ്പോൾ ഈ ഇഞ്ചുറിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇഞ്ചുറീസിന് ഡിസാബിളിങ് ഇഞ്ചുറി, നോൺ ഡിസാബിളിങ് ഇഞ്ചുറി, ലാസ്റ്റ് ടൈം ഇഞ്ചുറി, ഇങ്ങനെ 3 തരത്തിലാണ് ഇഞ്ചുറിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താണ് ഡിസാബിളിങ് ഇഞ്ചുറി? Disabling injury make worker unfit to continue the work. It can be temporary or permanent. ഡിസാബിൾ ആവാന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവന് ആ ജോലി തുടരാൻ പറ്റില്ല. ആ ഒരു എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറ്റുന്ന ഇഞ്ചുറിക്കാണ് ഡിസാബിളിങ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അടുത്തത് നോൺ ഡിസാബിളിങ് ഇഞ്ചുറി. വർക്കർ കണ്ടിന്യൂ ടു പെർഫോം വർക്ക് ആഫ്റ്റർ ഫസ്റ്റ് എയ്ഡ് ഓർ മെഡിക്കൽ എയ്ഡ്. ഇവിടെ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ ഇഞ്ചുറി ജോലി ചെയ്യുന്നതിൽ ആഘാതം സൃഷ്ടിക്കുന്നില്ല, അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നമില്ല, അവന് ജോലി ചെയ്യാം. പക്ഷേ ജോലി ചെയ്യുന്നതിന് അതിനു മുമ്പ് എന്ത് ചെയ്യും? ഫസ്റ്റ് എയ്ഡ്, ഏതെങ്കിലും പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ വേണ്ട മെഡിക്കൽ എയ്ഡ് കൊടുത്തു. അത് കഴിഞ്ഞ് മെഡിസിൻ ഓൺ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യുക, അതേ സമയത്ത് ഇതെടുത്ത് മെഡിക്കൽ ഡ്രഗ്സ് എടുത്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയുള്ളതിനെയാണ് നോൺ ഡിസാബിളിങ് ഇഞ്ചുറി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കാത്ത ഇഞ്ചുറി. ആദ്യത്തെ ഡിസാബിൾ എന്ന് വെച്ചാൽ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഇഞ്ചുറി. രണ്ടായിട്ട് വരിക. അടുത്ത നോക്കിയോളൂ, ലാസ്റ്റ് ടൈം ഇഞ്ചുറി. എ റിപ്പോർട്ടബിൾ ഇഞ്ചുറി. ലാസ്റ്റ് ടൈം ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടബിൾ ഇഞ്ചുറിയാണ്. വർക്കർ കണ്ടിന്യൂ ടു ബി എവേ ഫ്രം വർക്ക് എക്സീഡിങ് 48 hours. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി കാരണത്താൽ 48 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ അതിൽ എക്സീഡിങ് ആയിട്ട് അല്ലെങ്കിൽ 2 ദിവസം കൂടുതൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള ഇഞ്ചുറിക്കാണ് ലാസ്റ്റ് ടൈം ഇഞ്ചുറി എന്നാണ്. LTIs ആർ ടു, അതിന് ഷോർട്ട് ഫോമിൽ LTI എന്ന് പറയും, ലാസ്റ്റ് ടൈം ഇഞ്ചുറി. LTI ആർ ടു ബി റിപ്പോർട്ടഡ് വിത്തൗട്ട് ഡിലേ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ടു ദ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി. അപ്പോൾ ഇതിൽ സേഫ്റ്റി പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ തൊഴിലാളികൾക്ക് ഉള്ള LT വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം. അതിൻ്റെ ഫോംസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ 24 ഇതിൻ്റെ ഇനീഷ്യൽ റിപ്പോർട്ട് അയക്കണം. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള മന്ത്ലി റിട്ടേൺസ് കാര്യങ്ങളും അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഏതൊരു ആക്സിഡൻറ്റിലും സാധാരണമായിട്ട് കണ്ടുവരുന്നത് ശരീരത്തിന് ഏൽക്കുന്ന പ്രശ്നത്തെയാണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇഞ്ചുറി അനവധി രൂപത്തിലുണ്ട്. ഓക്കെ, എല്ല് പൊട്ടാം,
മുറിവ് സംഭവിക്കാം, ചോര ബ്ലീഡിങ് കാര്യങ്ങൾ വന്നിരിക്കാം, അല്ലെങ്കിൽ പൊള്ളലേൽക്കാം, ഇലക്ട്രിക് ഷോക്ക് കാരണം ഇതിൽ അനവധി രീതിയിൽ ഇതിൽ സംഭവിക്കാം. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസാബിളിങ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയണം. എല്ലാ ഇഞ്ചുറീസും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നമ്മൾ ആർക്കെല്ലാം എന്തെല്ലാം പറ്റി എന്നുള്ളതൊക്കെ കറക്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ 48 മണിക്കൂർ കൂടുതൽ തൊഴിലാളി ആബ്സെൻ്റ് ആവുകയാണ്, ജോലിയിൽ ചേരാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ അത് ഉടനെ തന്നെ ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നതാണ്. എന്നിരുന്നാലും വീണ്ടും ആ സബ്ജക്റ്റ് കൂടെ കണക്കാക്കി നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. Injuries are the direct result of an accident. Injury is the harmful condition sustained by human body. Injury can be in the form of cut, wound, burn, fracture, impact, or lacration, etc. In industry, injuries are classified: disabling injury, non-disabling injury, and lost time injury. ഇതാണ് സാധാരണ രീതിയിൽ ഡിസാബിളിംഗ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ജോലി തുടരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടാകുന്ന മുറിവിനെയാണ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി മുറിവ് സംബന്ധിച്ച് ഫസ്റ്റ് എയ്ഡും ട്രീറ്റ്മെന്റിനും ശേഷം കാരണം ജോലി തുടങ്ങാമെങ്കിൽ. അടുത്ത സ്ലൈഡ് നോക്കൂ. കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകട കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ അവന് സാമ്പത്തികമായൊരു സഹായം കൊടുക്കുന്നതിനാണ് കോമ്പൻസേഷൻ. അത് ഇൻ ദ ഏതാണ് മണി വാല്യൂലാണ് കോമ്പൻസേഷൻ പറയുന്നത്. ഞാൻ അതിനെ വായിക്കാം. Compensation is the money granted to an employee by the employer for the cost of injuries. Compensation vary with the nature of injury. It is clearly mentioned in the Compensation Act. അപ്പോൾ നോക്കിക്കോളൂ, കോമ്പൻസേഷൻ വിപുലമായ ആക്ട് ആണ്. എങ്ങനെയൊക്കെയാണ് കോമ്പൻസേഷൻ, അതിന് കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഈ ഏതൊരു ആക്സിഡൻറ്റിൻ്റെ റിസൾട്ടിൽ അവന് ശാരീരികമായ മുറിവ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവന് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് മണിയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ വേറെ രീതിയിലുള്ളതിന് കോമ്പൻസേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മണി ഗ്രാൻഡഡ് ടു എൻ എംപ്ലോയി. എംപ്ലോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിക്ടിം, ആക്സിഡൻറ്റ് വിക്ടിം എന്ന എംപ്ലോയിക്കാണ് ഇത് കൊടുക്കുക, അല്ലാതെ വേറൊരാൾക്കുമല്ല. ബൈ ദ എംപ്ലോയർ, അതാണ് ആ സ്ഥാപനത്തിൻ്റെ ഒക്യുപ്പയർ, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഒക്യുപ്പയർ, മാനേജ്മെൻറ്റ് കൊടുക്കുന്നത്. ഫോർ ദ കോസ്റ്റ് ഓഫ് ഇഞ്ചുറീസ്, അതാണ് അവന് ശാരീരികമായ ചെലവിലേക്കാണ് ആ കോസ്റ്റ് അല്ലെങ്കിൽ ആണ് ഇത് കൊടുക്കുന്നത്. ഇത് വിപുലമായ ഒരു സബ്ജക്റ്റാണ്. കോമ്പൻസേഷൻ ആക്ട് ഉണ്ട്, അതും സ്റ്റാറ്റ്യൂട്ടറിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എവിടെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവലംബിച്ചു കൊണ്ടാണ് കോമ്പൻസേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എംപ്ലോയിക്ക് എന്ത് വേണം, അതിൻ്റെ ജുഡീഷ്യറിയെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അവകാശം കൂടിയാണ് കോമ്പൻസേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാനൊന്നുമില്ല, പറ്റില്ല, കൊടുത്തേ മതിയാവും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന കാര്യം. അടുത്ത സ്ലൈഡ് നോക്കൂ. ഹസാർഡ്. എന്താണ് ഹസാർഡ്? ഹസാർഡ് മീൻ എ ഡേഞ്ചർ ഓർ റിസ്ക്. സിമ്പിളായിട്ട് പറഞ്ഞ് ഒരു അപകടം അല്ലെങ്കിൽ റിസ്കിന് നമുക്ക് ഹസാർഡായിട്ട് പറയാം. ഹസാർഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻഹറന്റ് പ്രോപ്പർട്ടി ഓഫ് എനി പൊട്ടൻഷ്യൽ സബ്സ്റ്റൻസ് ഓർ ആൻ ഇവന്റ് വിച്ച് ക്യാൻ കോസ് ഇഞ്ചുറി, ലോസ് ഓർ ഡാമേജ്.
When an hazard become active or out of control, it become an emergency. Hazards are classified. നോക്കിക്കോളൂ, ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്? അപകടം സൃഷ്ടിക്കാവുന്ന അല്ലെങ്കിൽ ആക്സിഡന്റ് വരുത്താവുന്ന ഏതൊരു വസ്തുവിന് ഇൻഹറന്റ് ഒരു സ്വഭാവമാണ് ചില വസ്തുക്കൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പിന്നെ ലൈവ് വയർ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, അതിൻ്റെ പ്രോപ്പർട്ടിയാണത്. അതുകൊണ്ടാണ് പ്രോപ്പർട്ടി ഓഫ് എ പൊട്ടൻഷ്യൽ. ഏതൊരു ഊർജ്ജത്തിൻ്റെ ഇതല്ല, ഏതെങ്കിലും സാധനം മുകളിൽ നിന്ന് താഴെ പിന്നെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ആഘാതമേൽക്കുന്നു. അതെന്താണ്? പൊട്ടൻഷ്യൽ. ഇനിയോ ഏതെങ്കിലും സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ എന്താവും? നമുക്ക് ആസിഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും, ആസിഡ് ബേൺസ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇതാണ്. അല്ലെങ്കിൽ ആൻ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നടന്നു പോകുമ്പോൾ നിങ്ങൾ ഫ്ലോറിൽ സ്ലിപ്പായിട്ട് വീഴുന്നു. ഓക്കെ, അതൊരു ഏതെങ്കിലും ഒന്ന് കുടുങ്ങി വീഴുക, തട്ടി വീഴുക, അങ്ങനെ ഏതെങ്കിലും അനവധി രീതിയിലുള്ള. അപ്പം ഏതാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കാം, അല്ലെങ്കിൽ ലോസ് ഓഫ് ലൈഫ് സംഭവിക്കുക, അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഡാമേജ് സംഭവിക്കുക. ഇങ്ങനെ 3 സൃഷ്ടിക്കാവുന്ന ഏതൊരു സംഭവത്തെയും നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാണ്? അപ്പോൾ നോക്കിക്കോളൂ, ഒരു ഹസാർഡ് ആക്റ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദറ്റ് കണ്ടീഷൻ ഈസ് ബിക്കം ആൻ എമർജൻസി. ഉദാഹരണത്തിന് ഒരു റേഡിയേഷൻ പ്രസരണം പെട്ടെന്ന് തുടങ്ങി, ആ റേഡിയേഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ വ്യാപനം സംഭവിക്കാം. ആ വ്യാപനം എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിനെയാണ് പറയുന്നത് വെൻ എ ഹസാർഡ് ബിക്കം ആക്റ്റീവ് ഇറ്റ് ബിക്കം ആൻ എമർജൻസി. എപ്പോൾ എമർജൻസി ആവുന്ന? അതിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ നിങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൺട്രോളിൽ നിന്ന് പോകുമ്പോഴാണ് എന്താവുന്നത്? അതൊരു എമർജൻസി ആവുന്നത്. ഏതൊരു ഹസാർഡും നിയന്ത്രണ വിധേയമല്ലെങ്കിൽ അത് ഒരു എമർജൻസി സിറ്റുവേഷനിലേക്കാണ്, ഒരു അത്യാഹിതമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്രേ ഉള്ളൂ. ഇനി എന്തെല്ലാണ് ഹസാർഡ്സ് ആർ ക്ലാസിഫിക്കേഷൻ? ഹസാർഡിന് എന്തെല്ലാമാണ്? ഇതെല്ലാം നോക്കിയുള്ളൂ. സിമ്പിളി ഹസാർഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ അതിൽ ബുള്ളറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഹസാർഡ് ഉണ്ട്, മെക്കാനിക്കൽ ഹസാർഡ് ഉണ്ട്, കെമിക്കൽ ഹസാർഡ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഹസാർഡ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ് ഉണ്ട്, ന്യൂക്ലിയർ ഹസാർഡ് ഉണ്ട്. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് 1, 2, 3, 4, 5, 6 ഇതാണ് ഹസാർഡിലാണ് ഉൾക്കൊള്ളിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനും വീണ്ടും സബ് ക്ലാസിഫിക്കേഷനൊക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, അതുകൊണ്ട് ഹസാർഡിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫിസിക്കലുള്ളത്, ഭൗതികമായ, മെക്കാനിക്കൽ യാന്ത്രികമായത്, കെമിക്കൽ രാസവസ്തുക്കളും ഇതുള്ളത്, ഇലക്ട്രിക്കൽ ഊർജത്തിൻ്റെ, ഓക്കെ, ബയോളജിക്കൽ ഹസാർഡ് ബാക്ടീരിയ, വൈറസ് കാര്യങ്ങൾ ഇതിലൊക്കെ സംഭവിക്കുന്ന, ന്യൂക്ലിയർ റേഡിയേഷനിൽ കൂടെ സംഭവിക്കുന്ന അതാണ് ന്യൂക്ലിയർ അല്ലെങ്കിൽ റേഡിയേഷൻ ഹസാർഡ്സും എന്ന് പറയാം. ന്യൂക്ലിയർ റേഡിയേഷൻ മാത്രമല്ല, അതിൽ റേഡിയേഷൻ ഹസാർഡ് എന്നും പറയും. അതിൽ ഒരു ഹെഡിങ് കൊടുത്തുന്നേ ഉള്ളൂ, ന്യൂക്ലിയർ ഹസാർഡ്. അപ്പം ഇതാണ് പ്രധാനമായിട്ട്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊരു ഇൻഡസ്ട്രിയിലും ഹസാർഡിനെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അത് സൃഷ്ടിക്കാൻ പോകുന്ന ആക്സിഡൻസുകൾ എന്തെല്ലാണ്, അതിലെ ഇഞ്ചുറി എന്താണ്, എങ്ങനെയാണ് ലോസ് വരുന്നത്, അതിൻ്റെ ഡിസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിൽ സേഫ്റ്റി മാനേജ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു തുടക്കമാണ്. കാരണം എവിടെ നിന്നാണോ അപകട സൃഷ്ടിയുടെ ആരംഭം, ആ ആരംഭത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. അപ്പം ഓരോ ക്ലാസിഫിക്കേഷനിലും വരുന്ന അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ ഞാൻ മുന്നോട്ട് പറഞ്ഞുതരും, ഒന്നാകെ ഇത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഹസാർഡ് എന്താന്ന് പറഞ്ഞു, വീണ്ടും ഞാൻ ക്ലിയർ ആയിട്ട് വായിക്കാം. ഹസാർഡ് മീൻസ് എ ഡേഞ്ചർ ഓർ റിസ്ക്. ഹസാർഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി. ഇൻഹറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ കൂടെ ജന്മന നിലനിൽക്കുന്നത്, എപ്പോഴും അത് മാറ്റപ്പെടില്ല, അതെപ്പോഴും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് തന്നെയാണ് ഇൻഹറൻറ്റ് ജന്മനാള് ഓഫ് എനി പൊട്ടൻഷ്യൽ, ഏതെങ്കിലും ഒരു ശക്തി. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ശക്തി, ഊർജം ഇതിൽ പറയാം. അല്ലോ പിന്നെയോ എനി സബ്സ്റ്റൻസ്, വസ്തുവിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻ്റ്, ഏതെങ്കിലും ഒരു സംഭവത്തിൽ കൂടെ ആവാം. എങ്ങനെയാണ്? വിച്ച് ക്യാൻ കോസ്, അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിന് സൃഷ്ടിക്കാൻ കഴിയും. ആ 3 ഇതിനും എന്താ സൃഷ്ടിക്കാൻ കഴിയുക? ശാരീരികമായി ഇഞ്ചുറി സൃഷ്ടിക്കാം, ഡിസീസസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ലോസ് ഓഫ് ലൈഫ് സൃഷ്ടിക്കാം, അതേപോലെ തന്നെ പ്രോപ്പർട്ടി ഡാമേജ് കാര്യങ്ങൾ. അപ്പം സിമ്പിൾ പിന്നെ ഇഞ്ചുറി എന്നുള്ളതിൽ മാത്രമല്ല, വിപുലമായിട്ട് മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും തന്നെയാണ് വരുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് റിലേഷനിൽ ഉള്ള ഒരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? ഏതൊരു ഹസാർഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്, ഹസാർഡ് കൺട്രോൾ ചെയ്യുമാണ് ആക്സിഡൻറ്റ് എലിമിനേറ്റ് ആവുന്നത്. ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലേ നമുക്ക് ആക്സിഡൻറ്റ് എലിമിനേഷൻ ഇമ്പോസിബിൾ ആവുന്നത്. ഓക്കെ, വെൻ ഹസാർഡ് ബിക്കം ആക്റ്റീവ്. ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? സ്വതന്ത്രമായിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക, ഊർജ്ജസ്വലതയിലാക്കി മാറുക എന്നൊക്കെ പറയാം നമുക്ക്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഹ്യൂമൻ കൺട്രോൾ, നമ്മുടെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഹസാർഡ് ബിക്കം ആൻ എമർജൻസി. ഓക്കെ, ഹസാർഡ് എന്തായി മാറും? ഒരു എമർജൻസി ആയിട്ട് വരും. ദെന്നന്തർ അതിനെ ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം, അതിന് എമർജൻസി സ്ട്രാറ്റജികൾ ഉണ്ടായിരിക്കണം, അതിനാൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. വെറുതെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യില്ല, അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, എമർജൻസി കൺട്രോൾസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഹസാർഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ്, അത് ഹസാർഡുകളുടെ വീണ്ടും വിഭജിച്ചിരിക്കുന്നുണ്ട്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഫിസിക്കൽ ഹസാർഡ്, മെക്കാനിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ് ആൻഡ് ന്യൂക്ലിയർ ഹസാർഡ്. ഓക്കെ, ഇതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസും കാര്യം ഉണ്ട്, പക്ഷേ സിമ്പിളായിട്ട് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും വീണ്ടും നിങ്ങൾക്ക് നെറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ കൂടുതൽ വിപുലമായിട്ട് അതിനെ പഠിക്കാനും ഇതിലും നിങ്ങൾക്ക് കഴിയും. വളരെ ഇതായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സൈഡ് നോക്കൂ. റിസ്ക് എന്താണ്? ഹസാർഡും റിസ്ക്കും ഇതൊരു ഇതാണ്. ഹസാർഡ് എന്ന് പറയുന്നത്, റിസ്ക് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനെ നിർവചിക്കാൻ കഴിഞ്ഞിരിക്കണം. എന്താണ് റിസ്ക്? റിസ്ക് ഈസ് എ സിറ്റുവേഷൻ ഇൻവോൾവിങ് എക്സ്പോസർ ടു എ ഡേഞ്ചർ ഓർ, അല്ലെങ്കിൽ എക്സ്പോസർ ടു എ ഹസാർഡ് or likelihood or possibility of occurrence of injury, loss or damage. Human life is full of risk. Different types of risk managements are avoidance, mitigation, transfer and acceptance. ഇവിടെ നോക്കിക്കോളൂ. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ ഇന്നത് സംഭവിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട്, നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരം ഉണ്ടെങ്കിൽ, അതിനെപ്പറ്റി നോളജ് ഉണ്ടെങ്കിൽ അതിന് റിസ്ക് എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ദർ ഈസ് എ ലൈക്ലിഹുഡ് ഓർ പോസിബിലിറ്റി, സാധ്യത നിലനിൽക്കുകയാണ്. ഇഞ്ചുറിക്കും ലോസിനും ഡാമേജിനും സൃഷ്ടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ വർക്കിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഫുൾ ഓഫ് റിസ്ക് ആണ്. റിസ്ക് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പല റിസ്കുകളും നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഒരു കച്ചവടം തുടങ്ങുകയാണ്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലാഭമാവുന്നില്ല. അതിൽ ദർ ഈസ് എ റിസ്ക് ഓഫ് ലോസ് ഓൾസോ. ഓക്കെ, ഉയരത്തുനിന്ന് ചാടാൻ പറഞ്ഞു, നിങ്ങൾ ഉയരമുണ്ട്, അവിടെ നിങ്ങൾ ചാടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ചാടി വന്ന് താഴെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. കാരണം എന്താ?
വീണ് കഴിഞ്ഞാൽ കാലൊടിയും, താഴെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ശരിയായ വിധിയില്ല. നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അതുകൊണ്ട് വീഴാതിരിക്കാനുള്ള മുൻകരുതൽ ആദ്യമേ എടുക്കുന്നു. എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ആ റിസ്കിനെ പറ്റി അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് മുൻകൂട്ടിയുള്ള ധാരണ അവിടെയുണ്ട്. അപ്പം ഒരു അപകടത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ജോലിയിൽ സംഭവിക്കാവുന്ന വൈഷമ്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മുൻകൂട്ടിയുള്ള ധാരണയുണ്ടെങ്കിൽ ഇന്ന ജോലിയിൽ ഇന്ന പ്രശ്നങ്ങൾ വരും, അത് കൃത്യമാണ്, അതൊക്കെ സംഭവിക്കാം. അപ്പം എന്താ, അത് സംഭവിക്കാതെ വേണം നമുക്ക് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കോളൂ, റിസ്കിനെ എപ്പോഴും ഏതൊരു ജോലിയിലും റിസ്കിനെ മാനേജ്മെന്റ് ചെയ്യാൻ കഴിയണം. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് ഡിഫറെൻറ്റ് ടൈപ്പിൽ റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. ഒന്ന് അവോയ്ഡൻസ്, ഓക്കെ, അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ എന്താ, മിറ്റിഗേഷൻ ചെയ്യുക, അല്ലെങ്കിലോ അതിനെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റിസ്കിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോളൂ, രണ്ടും ഹസാർഡും റിസ്ക്കും. ഹസാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോളജാണ്, ഇന്ന കാര്യത്തിൽ ഇന്നൊക്കെ സംഭവിക്കുക എന്ന രീതിയിൽ സംഭവിക്കുക. പക്ഷെ അവിടെ 100% പോസിബിലിറ്റി പറയുന്നില്ല. പക്ഷെ റിസ്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത് സംഭവിക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് അവിടെ കൃത്യമായി പറയുന്നതിനാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് കൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കാരണം ഒരു പർവ്വതകാരൻ, എവറസ്റ്റ് കൊടുമുടിക്കാരനോ, അവനെന്താണ് കൊടുമുടിയിലെത്തി തിരിച്ചു വരിക എന്നവനോ ഇല്ല, അതൊരു റിസ്ക്കാണ്. പക്ഷേ ആ റിസ്ക് അവൻ വിജയിച്ചു കഴിഞ്ഞാലോ, അവൻ വിജയശ്രീ ലാളിതനായി കഴിഞ്ഞാലോ അവനെന്താണ്, അവന് പ്രശംസയും കാര്യങ്ങളും. അപ്പം എന്താണ്, അപ്പം നമ്മൾ അണ്ടർടേക്ക് ചെയ്യാണ് റിസ്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ റിസ്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ റിസ്കിനെ നമ്മൾ ഏറ്റെടുത്ത് ജോലി ചെയ്തേ പറ്റൂ. എപ്പോഴും ഏതൊരു ജോലിയിലും ഏത് ഇൻഡസ്ട്രിയിലും എടുത്തു കഴിഞ്ഞാലും റിസ്ക് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുക പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പം ആ പോസിബിലിറ്റീസിന്, ഓക്കെ, ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത് നോർമൽ ഇതിലുണ്ട്. പക്ഷേ റിഫൈനറി കാര്യം, ഓയിൽ റിഗ് കാര്യങ്ങളിൽ ഇതിലൊക്കെ എന്താണ്, അതുകൊണ്ട് അവിടെ എന്താണ് ഇങ്ങനെ റിസ്ക് പോസിബിലിറ്റി കൃത്യമായുള്ളതാണ്. സേഫ്റ്റി മുന്നിലും ജോലി പിന്നിലാണ്. സേഫ്റ്റി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ജോലി ചെയ്യുള്ളൂ. റിസ്കിനെ പറ്റി നോളജ് ഉണ്ടെങ്കിൽ അതാണ് ചെയ്യുക. കാരണം റിസ്കിനെ പറ്റി നോളജ് ഇല്ലാത്തവനാണ് ആ റിസ്കിന് യാതൊരു സുരക്ഷാ മാനദണ്ഡവും എടുക്കാതെ ജോലി ചെയ്യും, അപകടം പറ്റും, പിന്നെ പോയി. അതുകൊണ്ട് റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്കിനെ മുഴുവൻ മാനേജ് ചെയ്യാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് എംപ്ലോയ് ചെയ്ത ശേഷം മാത്രമേ ആ ജോലി, എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി മുന്നിലും ജോലി പിന്നിലായിട്ടാണ് നടക്കുക. അല്ലാതെ ജോലി നടക്കട്ടെ വരുമ്പം വെച്ച് കാണാം എന്നുള്ള ആ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വരാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ, വളരെ മുൻകൂട്ടിയുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ആണ് റിസ്ക്കും. ഇതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒക്കെ ഒരു ഹയർ സബ്ജക്റ്റ് സ്റ്റഡിയാണ്. ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതെല്ലാം ടൈപ്പ് റിസ്ക് മാനേജ്മെൻറ്റുകൾ ഉണ്ടെന്നുള്ള. വിവിധതരം റിസ്ക് ഉണ്ട്, റിസ്ക് ഇല്ലാത്ത ജോലിയില്ല. ഏതിലെടുത്തു കഴിഞ്ഞാലും സം റിസ്ക് ഇൻവോൾവ്മെൻറ്റ് എപ്പോഴും അവിടെ ഉണ്ട്. ചിലത് മൈനർ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ മേജറായിട്ട് സംഭവിക്കാവുന്ന റിസ്കിനെ കറക്റ്റ് മാനേജ് ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ വായിക്കാം. വാട്ട് ഈസ് റിസ്ക് എന്നുള്ളതാണ്. റിസ്ക് ഈസ് എ സിറ്റുവേഷൻ, ഒരവസ്ഥയാണ്. എന്താണ്? ഇൻവോൾവിങ് എക്സ്പോസർ ടു എ ഡേഞ്ചർ. കാരണം അവിടെ എന്താണ്, ഒരു അപകടത്തിന് നിങ്ങൾ തുറന്നിരിക്കുകയാണ്, അവിടെ ഇന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ ഓർ ലൈക്ലിഹുഡ്, അല്ലെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യത നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്, കൃത്യമായിട്ടും സംഭവിക്കാം. ഓഫ് ഒക്കറൻസ് ഓഫ്, ഏതാണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ല ഇഞ്ചുറി സംഭവിക്കാം, ലോസ് ഓഫ് ലൈഫ് സംഭവിക്കാം, ഡാമേജ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഡാമേജ് കാര്യങ്ങൾ ഉണ്ടാവാം.
ഓക്കെ, അത് വിചാരിച്ചിട്ട് ആരും ജോലി ചെയ്യാതില്ല. എല്ലാവരും ജോലി ചെയ്യുന്നത് റിസ്ക് അണ്ടർടേക്ക് ചെയ്യുക. മനുഷ്യ ജീവൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴും റിസ്ക് കൂടെ കടന്നു പോകുന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ എന്താണ്, ഫുൾ ഓഫ് റിസ്ക് ആണ് അവൻ ഇത് ചെയ്യുന്നത്. റിസ്ക് അണ്ടർടേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർടേക്ക് ചെയ്തിരിക്കണം, ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ വെറുതെ അങ്ങോട്ട് ചെയ്യില്ല. അതിന് എന്തുള്ള ഒരു മാനേജ്മെൻറ്റ് സ്കീമുണ്ട്. അതിന് പറയുന്നതാണ് ഇത് റിസ്ക് മാനേജ്മെൻറ്റ്. വിവിധ തരം ഇതുണ്ട്. റിസ്കിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, കാര്യങ്ങളൊക്കെ ഉള്ള കൂടുതൽ സബ്ജക്റ്റുകളുണ്ട്. അപ്പം ഇതിനെ വളരെ വ്യക്തമായിട്ട്, അപ്പം അതിൻ്റെ ഫർദർ അവോയ്ഡൻസ്, മിറ്റിഗേഷൻ, ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടി നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്നില്ല, നമുക്ക് കഴിവില്ല, അണ്ടർടേക്ക് ചെയ്യില്ല. അപ്പോൾ എന്താ, കഴിവുള്ളവർക്ക് തിരിച്ചു കൊടുക്കും, അത്രേ.